പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 2-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തു ഓൾറെഡി. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വളരെ പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഒത്തിരി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If a and b are zeros of the quadratic polynomial x square minus 6x plus a, find the value of a if 3 alpha plus 2 beta is equal to 20. അപ്പോൾ 3 alpha plus 2 beta is equal to 20 ആണെങ്കിൽ നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് എ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇഫ് എ ആൻഡ് ബി ആർ സീറോസ് എന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ എന്നൊന്ന് ചേഞ്ച് ചെയ്യാമേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി എ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എയും കൂടെ ആകുമ്പം കൺഫ്യൂഷൻ ആകും കേട്ടോ. അതുകൊണ്ട് ഞാനിതിനെ ആൽഫ ആൻഡ് ബീറ്റ എന്നാക്കിയേ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് എ. ഇതിനകത്ത് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ബീറ്റ ഒന്ന് എഴുതാം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ, ദാറ്റ് ഈസ് നെഗറ്റീവ് ബി ഈസ് നെഗറ്റീവ് 6 ബൈ എ ഈസ് 1. എ ഈസ് 1. അപ്പോൾ എന്ത് വരും? നെഗറ്റീവും നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് 6 എന്ന് കിട്ടി. ആൽഫ ബീറ്റ ഈസ് സി ബൈ എ. സി എന്താണ് ഇവിടെ? 1. സോറി, എ. എ ഈസ് 1. അപ്പോൾ ഇത് നമുക്ക് എ എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 ആൽഫ പ്ലസ് 2 ബീറ്റ ഇസ് ഈക്വൽ ടു 20 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് 6 എന്ന് കിട്ടി. ആൽഫ ബീറ്റ എ എന്നും കിട്ടി. നമുക്ക് 3 ആൽഫ പ്ലസ് 2 ബീറ്റ 20 ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കണേ. എന്ത് ചെയ്താൽ മതി? ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് 3 എന്ന് കൊടുക്കാം. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഫ്രം 1 നിന്ന് നമുക്ക് ആൽഫ എന്തെന്ന് എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു 6 മൈനസ് ബീറ്റ എന്ന് എഴുതാം. ബീറ്റയെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്തു. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 6 മൈനസ് ബീറ്റ എന്ന് കിട്ടി. ഈ ആൽഫയുടെ വാല്യൂവിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂ ഓഫ് ആൽഫ ഇൻ ഇക്വേഷൻ 3. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു ആൽഫയുടെ വാല്യൂ എന്താണ്? 6 മൈനസ് ബീറ്റ. ഈ 3 ആൽഫ എന്നുള്ളിടത്ത് ആൽഫയ്ക്ക് പകരം ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 2 ബീറ്റ ഈസ് ഈക്വൽ ടു 20. ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. 6 3s are 18 മൈനസ് 3 ബീറ്റ പ്ലസ് 2 ബീറ്റ ഈസ് ഈക്വൽ ടു 20. 18 ഇത് രണ്ടും കൂടെ എന്താവും? മൈനസ് 3 ബീറ്റയും പ്ലസ് 2 ബീറ്റയും കൂടെ മൈനസ് ബീറ്റയാവും. ഈസ് ഈക്വൽ ടു 20. ഇനി 18നെ ഞാൻ ഇങ്ങോട്ട് RHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് ബീറ്റ ഈസ് ഈക്വൽ ടു 20 മൈനസ് 18. നെഗറ്റീവ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. നെഗറ്റീവ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2. ബീറ്റ നമുക്ക് നെഗറ്റീവ് 2 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ബീറ്റ ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1-ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താവും? ആൽഫ പ്ലസ് ബീറ്റ ഈസ് നെഗറ്റീവ് 2 ഈസ് ഈക്വൽ ടു 6. ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നിന്ന് ആൽഫ എന്ത് വരും? ആൽഫ ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ആൽഫ നമുക്ക് 8 എന്ന് കിട്ടി. ബീറ്റ ഈസ് നെഗറ്റീവ് 2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ആൽഫ ആൻഡ് ബീറ്റ ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ
2-ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആൽഫ എന്താണ്? ആൽഫ ഈസ് 8, ബീറ്റ ഈസ് -2 ഈസ് ഈക്വൽ ടു എ. എ ഈസ് ഈക്വൽ ടു -16. എയുടെ വാല്യൂ നമുക്ക് -16 എന്ന് കിട്ടി. അപ്പോൾ അതാ ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ യൂസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എ നമുക്ക് ആൽഫ ബീറ്റ എ ആണെന്ന് കിട്ടി. അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. Next question, P and Q are zeros of the polynomial 2x square plus 5x minus 4. Without finding the actual values of P and Q, evaluate 1 minus P into 1 minus Q. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിയുടെയും ക്യൂവിൻ്റെയും ആക്ച്വൽ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാതെ വേണം നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. പിയും ക്യൂവും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സീറോസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം നമുക്ക് പിയും ക്യൂവും തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പിയും ക്യൂവും അതായത് സീറോസ് കണ്ടുപിടിക്കാതെ വേണം നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മുടെ പോളിനോമിയൽ നമുക്കൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 5x മൈനസ് 4. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പിയും ക്യൂവും സീറോസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സീറോസിൻ്റെ സം ഒന്ന് എഴുതാം. പി പ്ലസ് ക്യൂ എന്ത് വരും? -b/a, ദാറ്റ് ഈസ് -5/2. പി ക്യൂ എന്ത് വരും? പി ക്യൂ ഈസ് c/a, ദാറ്റ് ഈസ് -4/2, ദാറ്റ് ഈസ് -2. ഇനി എന്താ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? 1 മൈനസ് പി ഇൻറ്റു 1 മൈനസ് ക്യൂ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്തായിട്ട് വരും? ഈസ് ഈക്വൽ ടു നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. 1 കൊണ്ട് നമ്മളിതിനെ 1 മൈനസ് ക്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് ക്യൂ. ഇനി ഈ പി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -p പ്ലസ് പി ക്യൂ എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെയുള്ളത് പി പ്ലസ് ക്യൂവും പി ക്യൂവുമാണ്. അപ്പോൾ പി ക്യൂ ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ക്യൂ മൈനസ് പി ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതാ നോക്കിയേ, 1 മൈനസ് ഇവിടെ നമ്മളൊരു ബ്രാക്കറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ ആവും. ബ്രാക്കറ്റ് ഇടുമ്പോൾ എന്താവും? ബ്രാക്കറ്റിനകത്ത് സൈൻ ചേഞ്ച് ആയി മൈനസ് പ്ലസ് ആവും. അപ്പോൾ എന്തായി? ക്യൂ പ്ലസ് പി എന്നായി, പ്ലസ് പി ക്യൂ. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ക്യൂ പ്ലസ് പി എന്ന് പറഞ്ഞാലും പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ 1 മൈനസ് പി പ്ലസ് ക്യൂ ഈസ് -5/2 പ്ലസ് പി ക്യൂ ഈസ് -2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 5/2 മൈനസ് 2. 1ഉം മൈനസ് 2ഉം കൂടെ എന്താവും? -1 ആവും. അപ്പോൾ 5/2 മൈനസ് 1, ഇത് രണ്ടും കൂടെ എന്തായി? -1 ആയി. ഇനി LCM എടുക്കുമ്പോൾ 5 മൈനസ് 2/2 എന്നാവും, ദാറ്റ് ഈസ് 3/2. അപ്പോൾ നമ്മൾ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാതെ തന്നെ നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തു. മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ക്യൂ മൈനസ് പി ആണല്ലോ എന്നും പറഞ്ഞ് ഇവിടെ വെച്ച് നിർത്തരുത്. നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ഇവിടെ സോൾവ് ആകാനുള്ളതേ ഉള്ളൂ കേട്ടോ.